കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം, മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവ് അരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വചനവിചിന്തനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള തിരുവചനമാണ്. സുവിശേഷം പകരുവാൻ അയക്കപ്പെട്ടവർ. ഒരു ഗ്രാമത്തിൽ ഒരു വയോധികനായ മനുഷ്യൻ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. ഒരിക്കൽ ഒരു യുവാവ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭക്ഷണവുമായി എത്തി. വൃദ്ധൻ ചോദിച്ചു, മകനെ, നീ ആരാണ്? എന്തിനാണ് എനിക്കായി ഇതെല്ലാം കൊണ്ടുവന്നത്? യുവാവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പാ, ഞാൻ നിങ്ങളെ അറിയുന്ന ആളല്ല. പക്ഷെ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് കഴിയുന്നിടത്ത് ഒരാൾക്ക് ആശ്വാസമാകുക എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ വന്നു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. വൃദ്ധന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മകനെ, എനിക്കിന്ന് ഭക്ഷണത്തെക്കാൾ ആവശ്യം ഒരാൾ എന്നെ ഓർത്തുവെന്ന ബോധ്യമായി. ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം പണമോ ഭക്ഷണമോ അല്ല, നമ്മുടെ സ്നേഹവും സാന്നിധ്യവും കരുതലുമാണ്. യേശു ശിഷ്യന്മാരെ അയക്കുമ്പോൾ വലിയ സമ്പത്തോ സൗകര്യങ്ങളോ കൊണ്ടുപോകുവാൻ പറഞ്ഞില്ല. പകരം സ്നേഹവും സമാധാനവും സുവിശേഷവും കൊണ്ടുപോകുവാനാണ് അയച്ചത്. വചനം നൽകുന്ന സന്ദേശം: പോകുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. മത്തായി 10:7. ഈ വചനത്തിൽ യേശു നമ്മെ 3 കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. 1, നാം എല്ലാവരും ദൈവത്തിന്റെ ദൂതന്മാരാണ്. യേശു അപ്പസ്തലന്മാരെ അയച്ചതുപോലെ ഇന്നും ഓരോ ക്രിസ്ത്യാനിയും അവിടുന്ന് അയക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ, ജോലിസ്ഥലത്ത്, സമൂഹത്തിൽ നമ്മുടെ ജീവിതം തന്നെ സുവിശേഷത്തിന്റെ സാക്ഷിയാണ്. 2, ദൈവാശ്രയമാണ് നമ്മുടെ ശക്തി. ശിഷ്യന്മാരുടെ അധിക സമ്പത്തും സൗകര്യങ്ങളും കൂട്ടിക്കൊണ്ടു പോകേണ്ടെന്ന് യേശു പറഞ്ഞു. അതിന്റെ അർത്ഥം നിങ്ങളുടെ ശക്തി നിങ്ങളുടെ കൈവശമുള്ളതിലല്ല, നിങ്ങളോടൊപ്പം നടക്കുന്ന ദൈവത്തിൽ ആണ്. 3, ആദ്യം നൽകേണ്ടത് സമാധാനമാണ്. ഈ ഭവനത്തിന് സമാധാനം എന്ന് ആശംസിക്കാനാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്. ഇന്ന് നമ്മുടെ വീടുകളിലും സമൂഹത്തിലും ഏറ്റവും ആവശ്യമുള്ളത് ഇത് തന്നെയാണ്, സമാധാനം. ജീവിതം സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ ഈ വചനം 3 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ കണ്ടുമുട്ടുന്നവർക്ക് സമാധാനമാണോ നൽകുന്നത്? അസ്വസ്ഥതയാണ്. എന്റെ വാക്കുകൾ മറ്റുള്ളവരെ ഉയർത്തുന്നുണ്ടോ, തളർത്തുന്നുണ്ടോ? എന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണുവാൻ കഴിയുന്നുണ്ടോ? ഒരു പുഞ്ചിരി, ഒരാശ്വാസമാക്കും, ക്ഷമിക്കുവാനുള്ള മനസ്സ്, വിഷമിക്കുന്ന ഒരാളുടെ അടുത്ത് കുറച്ചു നേരം ഇരിക്കുക, ഇവയൊക്കെ സുവിശേഷ പ്രഘോഷണങ്ങളാണ്. യേശു നമ്മെ അയക്കുന്നത് വലിയ കാര്യങ്ങൾ ചെയ്യാനല്ല, ചെറിയ കാര്യങ്ങളിൽ വലിയ സ്നേഹം കാണിക്കാനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സുവിശേഷത്തിന്റെയും ദൂതന്മാരായി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ വാക്കുകളിലൂടെ ആരെയും വേദനിപ്പിക്കാതെ, ഞങ്ങളുടെ സാന്നിധ്യത്തിലൂടെ നിരാശയായവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുവാൻ കൃപ തരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ. ഞങ്ങളെ എവിടേക്ക് അയച്ചാലും അവിടെ അങ്ങയുടെ സ്നേഹത്തിന്റെ അടയാളമായി ജീവിക്കുവാൻ സഹായിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.